ഇന്ന് ഓഗസ്റ്റ് 15. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം. സന്തോഷം മാത്രമല്ല, വലിയ അഭിമാനവും തരുന്ന ദിവസം. ഈ ദിവസമാണ് 79 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും അതിപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നേടി. നമ്മളെ ഒരർത്ഥത്തിൽ അടിമപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. ആര് നമ്മെ ഭരിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ നടപ്പാക്കപ്പെടേണ്ടത്, എന്തൊക്കെ പുരോഗതികളാണ് നാം നേടേണ്ടത്, ഇപ്പോഴുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ നാം തന്നെ തീരുമാനമെടുക്കുന്ന ഒരു വ്യവസ്ഥിതി രൂപപ്പെട്ടു. അത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. ഇത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല. ലോകത്തിലുള്ള എല്ലാ ജനതകളും സ്വന്തമായ ഒരു ഭരണക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏഷ്യക്കാരാണെങ്കിലും യൂറോപ്പിലുള്ള ആളുകളാണെങ്കിലും ഓസ്ട്രേലിയക്കാരാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും മറ്റാര് ആണെങ്കിലും സ്വന്തമായി ഒരു ഭരണം, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി, അത് സംജാതം ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അങ്ങനെ ഛിന്ന ഭിന്നമായിരുന്ന ഈ ഭാരതം എന്ന് പറയുന്ന നാടിനെ ഒരു രാഷ്ട്രമാക്കി, പ്രബലമായ ഒരു രാഷ്ട്രമാക്കി, ഒരു സോവറിൻ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ നമ്മെ സഹായിച്ചത് ഈ സ്വാതന്ത്ര്യമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നുള്ളതായ ഈ സ്വാതന്ത്ര്യം. ഇതിൻ്റെ മേന്മയും മാഹാത്മ്യവും എല്ലാം നാം അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഭാരതീയനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ആണ് എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമുള്ളതുപോലെ ഞാൻ ഒരു വിശ്വ പൗരനാണെന്ന് പറയുന്നതിലും നമുക്ക് അഭിമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ UNOയുടെ അംഗമായി ഇന്ത്യ തീർന്നതിൻ്റെ പിന്നിൽ ഈ മഹാരാഷ്ട്രം അല്ലെങ്കിൽ വിശ്വം മുഴുവൻ നിറഞ്ഞ ഒരു രാഷ്ട്രം, ഒരു ഭരണക്രമം, ഒരു ജനത എന്ന ചിന്ത ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഭാരതീയൻ എന്നത് ആണെന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വപൗരൻ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. എല്ലാ രാഷ്ട്രങ്ങളും തങ്ങളുടെ
പരിമിതമായ ആശയങ്ങളും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഈ വിശ്വ പൗരത്വത്തിനു വേണ്ടി, വിശ്വരാഷ്ട്രത്തിനു വേണ്ടി കുറച്ചൊക്കെ ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ ഒരു നല്ല നാളെയിൽ നമുക്ക് വിശ്വരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഷ്ടപ്പെട്ടവരിൽ, ത്യാഗം സഹിച്ചവരിൽ, ഉപവസിച്ചവരിൽ, ജയിൽ ജീവിതം അനുഭവിച്ചവരിൽ, പോലീസിൻ്റെ മർദ്ദനം ഏറ്റവരിൽ ഏറ്റവും അഗ്രഗണ്യൻ മഹാത്മാഗാന്ധി ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങൾ ഒരു സ്വതന്ത്ര ഇന്ത്യയെ വാർക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു, ആ സ്വതന്ത്ര ഇന്ത്യക്ക് അപ്പുറമുള്ള ഒരു വിശ്വ പൗരത്വം അതും അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ഞാൻ ഭാരതീയനാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ മനുഷ്യനാണ്, ഞാൻ വിശ്വ പൗരനാണ് എന്ന് പറയുവാൻ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണക്രമം നാളെ അല്ലെങ്കിൽ അധികം താമസിക്കാത്ത ഭാവിയിൽ ഉരുവാകട്ടെ എന്നുകൂടി നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. എന്ന് വെച്ചാൽ അർത്ഥം, നമുക്ക് രാഷ്ട്രങ്ങളായിട്ട് പിരിഞ്ഞ് പരസ്പരം പൊരുതി ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനുഷ്യരായി ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അത് വെറും ഒരു ഉട്ടോപ്യൻ ഐഡിയ അല്ലേ എന്ന് നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കും. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഉട്ടോപ്യൻ ഐഡിയ യാഥാർത്ഥ്യമാക്കാൻ കഴിവില്ല, സാധിക്കുകയില്ല എന്ന് ഖണ്ഡിതമായി പറയാൻ ആർക്കും സാധിക്കുകയില്ല. മനുഷ്യൻ എത്രയേറെ വളർന്നു കഴിഞ്ഞു, വലിയ മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ചിന്തയിലും മനുഷ്യൻ്റെ ഭാവനയിലും ആഗ്രഹങ്ങളിലും ഒക്കെ ഉള്ളത്. ഈ ഭാവനകളെ വേണ്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവരാമെങ്കിൽ തീർച്ചയായും നമുക്ക് വിശ്വപൗരൻ എന്ന ആ പേരിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു നാളെ രൂപപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇത് നമ്മൾ ഈ ഓഗസ്റ്റ് 15-ാം തീയതി ക്രൈസ്തവർക്ക് മറ്റൊരു രീതിയിലും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സ്വർഗാരോപണം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വാസ്തവത്തിൽ മറിയം ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞതായി യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31, 32 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ
നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം സ്വതന്ത്രരാക്കും. സത്യത്തെ അറിയുകയും അങ്ങനെ ആ അറിവ് വഴി നമ്മൾ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞത്. വാസ്തവത്തിൽ എന്താണ് സത്യം? സത്യം അറിയുക എന്ന് വെച്ചാൽ എന്താണ്? യേശു തന്നെപ്പറ്റി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ് എന്ന്. അപ്പോൾ സത്യം അറിയുക എന്ന് വെച്ചാൽ യേശുവിനെ അറിയുക എന്നാണ്. യേശുവിനെ അറിയുക എന്ന് വെച്ചാൽ യേശു ദൈവത്തിൻ്റെ സ്നേഹമാണ്, അവതീർണ സ്നേഹമാണ് എന്ന് അറിയുകയാണ്. അതായത് യേശു ശിഷ്യന്മാരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞല്ലോ, സുവിശേഷകനാണ് പറയുന്നത്, യേശുവല്ല. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. വളരെ സങ്കീർണമായൊരു വാക്യമാണത്. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്: യേശുവാണ് ദൈവത്തിൻ്റെ സത്യം, യേശുവാണ് ദൈവത്തിൻ്റെ സ്നേഹം. യേശുവിനെ ലോകത്തിന് ദൈവം നൽകി കൊടുത്തു എന്ന സത്യമാണ് യഥാർത്ഥമായ സത്യം. അതിനേക്കാൾ വലിയ സത്യമൊന്നുമില്ല. പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ അറിയും, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് യേശു യഹൂദന്മാരോട് പറയുന്നത്. അപ്പോൾ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളൊക്കെയുണ്ട്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താണ്? അത് ആത്യന്തിക സത്യമായ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ആത്യന്തിക സത്യമായ ദൈവം എന്ന് പറയുമ്പോൾ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ച ദൈവം എന്നാണ്. ആ ദൈവത്തെ, ആത്യന്തിക സത്യമായ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥത്തിൽ നിത്യജീവനും. അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം ഈ സത്യത്തെ ഉൾക്കൊണ്ടു, സത്യത്തെ തന്നിൽ സ്വീകരിച്ചു, സത്യത്തിൻ്റെ അമ്മയായി തീർന്നു, സത്യത്തിന് ജന്മം നൽകി, സത്യത്തെ വളർത്തി, സത്യത്തെ പരിപാലിച്ചു, സത്യത്തെ ലോകത്തിന് സംഭാവന ചെയ്തു, സത്യത്തെ കുരിശിൽ യാഗമാകുവാൻ വേണ്ടി വിട്ടുകൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാൾ അധികമായി സത്യം അറിഞ്ഞ് ജീവിച്ചവരാണ് മറിയം. ആ അറിവാണ് മറിയത്തെ സ്വർഗാരോപിതയാക്കാൻ കാരണമായത്. എവിടെ സത്യമുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. മറിയം സത്യം അറിഞ്ഞ് ജീവിച്ച് സത്യത്തിൻ്റെ അമ്മയായി തീർന്നു. ആ സത്യം അവളെ നിത്യസ്വാതന്ത്ര്യത്തിലേക്ക്, മരണമില്ലായ്മയിലേക്ക്, ക്ലേശങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക്, പരിമിതികളില്ലാത്ത ജീവിതാവസ്ഥയിലേക്ക് മറിയത്തെ ആ സത്യം ഉയർത്തി.
ആ സത്യമാണ് നമ്മൾ ഇന്നത്തെ തിരുനാൾ വഴിയായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ അടിമത്തമോ അസ്വതന്ത്രതയോ ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ കാരണം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഉള്ള ആ സത്യം ഞാൻ അറിയുന്നില്ല, ആ സ്നേഹത്താൽ ഞാൻ ഭരിക്കപ്പെടുന്നില്ല, ആ സ്നേഹത്താൽ ഞാൻ സ്വതന്ത്രൻ ആക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. വിട്ടുകൊടുക്കാൻ നമുക്ക്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ ദേവദൂതൻ്റെ ആ സന്ദേശത്തിന് മുൻപിൽ വിട്ടുകൊടുത്ത പരിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം, വിട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ സത്യം അറിയും, സത്യം നമ്മെ സ്വതന്ത്രരാക്കും, നമ്മെ നിത്യതയിലേക്ക് ആ സത്യം നയിക്കും. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.